ഗാസയിലേക്ക് സഹായവുമായി പുറപ്പെട്ട ഫ്ലോട്ടില്ല തടഞ്ഞ സംഭവത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ വംശഹത്യാ കുറ്റം ചുമത്തി അന്താരാഷ്ട്ര അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കണമെന്ന് തുർക്കി ആവശ്യപ്പെടുകയാണ്. രുചിപ്പെരുമ വിളിച്ചോതി വിഭവസമൃദ്ധമായ ഓണസദ്യ ഓഗസ്റ്റ് 21 മുതൽ 27 വരെ കിഴക്കേക്കോട്ട പാഞ്ചാലി ബേക്കറി ജംഗ്ഷൻ ഇന്ദ്രപുരി ഈഞ്ചക്കൽ പല്ലവ. ആഘോഷിക്കാം ഈ പൊന്നോണം രാജധാനി ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസിനൊപ്പം. ഇന്റർപോളിന്റെ റെഡ് നോട്ടീസ് അടക്കമുള്ള നടപടികൾക്കായി നീതിന്യായ മന്ത്രാലയം ആഭ്യന്തര മന്ത്രാലയത്തോട് ശുപാർശ ചെയ്തതായി തുർക്കി നിയമമന്ത്രി അറിയിച്ചിട്ടുണ്ട്. ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന സൈനിക നടപടികളിൽ തുർക്കി കടുത്ത എതിർപ്പ് നേരത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഗാസയിൽ വംശഹത്യ നടത്തുകയാണെന്ന് തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗൻ നിരവധി തവണ പരസ്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. 430ഓളം ജീവകാരുണ്യ പ്രവർത്തകരുമായി ഗാസ ലക്ഷ്യമാക്കി നീങ്ങിയ ഫ്ലോട്ടില്ല മെയ് മാസത്തിലാണ് ഇസ്രായേൽ സൈന്യം അന്താരാഷ്ട്ര കടലിടുക്കിൽ വെച്ച് തടഞ്ഞത്. ഈ നടപടി ആഗോളതലത്തിൽ വലിയ പ്രതിഷേധത്തിന് വഴിവെച്ചിട്ടുണ്ട്. ഇതിന് പിന്നാലെ ഫ്രാൻസ്, ഇറ്റലി, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളും സംഭവത്തിൽ നിയമ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. നെതന്യാഹുവിനും മുതിർന്ന സൈനികൻ അഫെക് മോസ്കോവിച്ചിനുമെതിരെ അന്താരാഷ്ട്ര റെഡ് നോട്ടീസ് പുറപ്പെടുവിക്കാൻ ആവശ്യപ്പെട്ടതായി തുർക്കി മന്ത്രി അഗിൽ ഗുലേക് എക്സിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ജൂലൈ 14 പുറപ്പെടുവിച്ച അറസ്റ്റ് വാറന്റിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടിയെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യങ്ങൾ, വംശഹത്യ, വ്യക്തി സ്വാതന്ത്ര്യം തടയൽ, മനഃപൂർവ്വമുള്ള ആക്രമണം, സ്വത്ത് നശിപ്പിക്കൽ, കവർച്ച, വാഹനം തട്ടിയെടുക്കൽ എന്നീ ഗുരുതരമായ വകുപ്പുകളാണ് ഇരുവർക്കുമെതിരെ ചുമത്തിയിട്ടുള്ളത്. ഗാസയിലെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയും അതോടൊപ്പം തന്നെ ആശുപത്രിയും അടക്കമുള്ള കെട്ടിടങ്ങൾ ടാങ്കുകളും ബുൾഡോസറുകളും അതെല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ട് തകർക്കുന്ന ദൃശ്യങ്ങൾ മോസ്കോവിച്ച് ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചതായി കുറ്റപത്രത്തെ ഉദ്ധരിച്ച് ISA എന്ന വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇസ്രായേൽ ഇപ്പോൾ നമുക്കറിയാം, അമേരിക്കയും ഇസ്രായേലും കൂടെ ചേർന്നാണ് ഇറാനെ ആക്രമിച്ചത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും നെതന്യാഹുവിന് ഒരു വിചാരമുണ്ട്. അമേരിക്ക ഇപ്പോൾ നമ്മുടെ കൂടെ തന്നെ നിൽക്കും. എന്നെ ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ അമേരിക്കൻ സൈന്യം നമുക്കൊരു സപ്പോർട്ടായിട്ട്, അതായത് ഇസ്രായേലിനൊരു സപ്പോർട്ടുമായിട്ട് മുന്നിൽ തന്നെ നെഞ്ചു വിരിച്ചു നിൽക്കും എന്നുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ ആ ഒരു വിശ്വാസം നെതന്യാഹുവിന് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ടാണ് ഈ നെതന്യാഹു ഈ കപ്പലൊക്കെ തടയുന്നതും ഗാസയിലേക്ക് സഹായവുമായി പുറപ്പെട്ട ബോട്ടുകളൊക്കെ അല്ലെങ്കിൽ കപ്പലുകളൊക്കെ തടയുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. പക്ഷെ ട്രംപിനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല എന്നത് ഇന്ത്യക്കും അതോടൊപ്പം തന്നെ റഷ്യയ്ക്കും ട്രംപിനെ നന്നായി അറിയാവുന്ന ഏത് രാജ്യത്തെ തലവനും അറിയാം. അതുകൊണ്ട് തന്നെയാണ് ട്രംപിന് ആയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു സഹായം അമേരിക്കയോട് ചോദിച്ചാൽ അല്ലെങ്കിൽ ഒരു സഹായ അഭ്യർത്ഥന നമ്മൾ അമേരിക്കയോട് ചോദിച്ചാൽ പോലും പ്ലാൻ B എന്ന നിലയിൽ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തോട് കൂടി ഒരു സഹായം നമ്മൾ ചോദിച്ചു വെക്കും. കാരണം തരാമെന്നൊക്കെ ട്രംപ് പറയും, പരിഗണിക്കാമെന്നൊക്കെ ട്രംപ് പറയുമെങ്കിലും അവസാന നിമിഷം ട്രംപ് സഹായം ചിലപ്പോൾ തരികയും ചെയ്യും. പക്ഷേ നമ്മൾ അതിന് ഒരു വലിയ രീതിയിലുള്ള ഒരു വില നമ്മൾ നൽകേണ്ടി വരും. പക്ഷേ അതായത് ട്രംപ് പറയുന്നത് പോലെ നമ്മൾ കേൾക്കേണ്ടി വരും. കൂടുതലൊരു സ്വാതന്ത്ര്യം നമ്മൾ ട്രംപിന് കൊടുത്താൽ നമ്മുടെ ആഭ്യന്തര കാര്യങ്ങളൊക്കെ വന്ന് തലയിടുന്ന ഒരു രീതിയിലേക്ക് ട്രംപ് വരും. അപ്പോൾ ട്രംപിനെ പടക്കിപ്പിക്കാതെ അല്ലെങ്കിൽ ട്രംപ് ഒരു സഹായം തരുമെന്ന് പറഞ്ഞാലും പൂർണ്ണമായി തന്നെ 100% അത് കണ്ണടച്ചൊന്നും ലോക നേതാക്കളൊന്നും വിശ്വസിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് അമേരിക്കയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അമേരിക്കയിലെ അമേരിക്കയുടെ പ്രസിഡന്റിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ആ പദവിയിലേക്ക് വരുന്ന ആളുകളുടെ സ്വഭാവം അനുസരിച്ചിരിക്കും മറ്റു ലോകത്തിലെ നേതാക്കൾ ഈ അമേരിക്കയുമായിട്ടുള്ള ഒരു ഇടപഴകുന്നതിന്റെ ഒരു ഫ്ലോ നിശ്ചയിക്കുന്നത്. നിലവിൽ ഗാസയിലേക്ക് സഹായമായി പുറപ്പെട്ട ഫ്ലോട്ടിൽ അറിഞ്ഞ സംഭവത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.